റഷ്യയെ ആക്രമിക്കാൻ പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കരുതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പാശ്ചാത്യ മിസൈലുകളുടെ ഉപയോഗം ഉക്രൈൻ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തമായി കണക്കാക്കുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യയിലേക്കുള്ള മിസൈൽ വിക്ഷേപണത്തിന് ഉക്രൈന് പാശ്ചാത്യ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡാറ്റ ആവശ്യമാണെന്ന് പുടിൻ പറഞ്ഞു. കൂടാതെ നാറ്റോ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർക്ക് മാത്രമേ ഈ മിസൈൽ സംവിധാനങ്ങളിലേക്ക് ഫ്ലൈറ്റ് ദൗത്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ കഴിയൂവെന്ന് പുടിൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങളും യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി യുദ്ധം ചെയ്യുന്നുവെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ തന്ത്രപ്രധാന പ്രദേശങ്ങൾ ആക്രമിക്കാൻ നിങ്ങൾ ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ തന്ത്രപ്രധാന പ്രദേശങ്ങൾ ആക്രമിക്കാൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങളും ആയുധങ്ങൾ കൈമാറുമെന്ന് നേരത്തെ പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഈ മാസം ആദ്യം റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് ആണവായുധ നിയമം പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് മോസ്കോ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിയമം. യുക്രൈൻ യുദ്ധത്തിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.